Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു പൈനാപ്പിൾ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ ഒരു മിനിയൻ കേക്കിന്റെ ഒരു ഡെക്കറേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണ് സാൾട്ട്, ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 തവണയെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കാം. ഇനി ഇതിനായിട്ട് വേണ്ടത് ഒരു 4 മുട്ടയാണ്. അതിലേക്കൊരു 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാലും 1 കപ്പ് കിട്ടും. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ 3 കൂടി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലഫി വരുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഇടവിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിപ്പയിൽ നിന്ന് തന്നെ കുറച്ചായിട്ട് ഇങ്ങനെ അരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 170 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈനാപ്പിൾ സിറപ്പ് റെഡിയാക്കുന്നുണ്ട്. കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ അതിൽ പൈനാപ്പിൾ സിറപ്പ് മാത്രം ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിൽ പീസസൊക്കെ നമുക്ക് കേക്കിൻ്റെ ഓരോ ലെയേഴ്സിലായിട്ടും അതിനിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഷുഗർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക് ഞാൻ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിങ് തുടങ്ങാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആദ്യം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് ആദ്യത്തെ പീസ് വെച്ച് ഒന്ന് ഈ പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിൾ സിറപ്പാണിത്. അതൊരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിത് കേക്ക് വെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സിറപ്പാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പൈനാപ്പിൾ പീസസ് തന്നെയാണിത്. ഇനി അതിന് മുകളിലേക്ക് അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ലെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ ലാസ്റ്റ് പീസ് കേക്കും വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ സൈഡിലും മുകളിലേക്ക് കുറച്ച് ക്രീമിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ച് ഇനി കേക്കിന് മുകളിലും സൈഡിലൊക്കെ ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്കിന് മുകളിൽ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഒരു ഐസിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് മിനിയൻ തീമായിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ കുറച്ച് നല്ല ഹാർഡായിട്ടാണ് ഉള്ളത്.
അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഞാനിത് മാർഷ്മെല്ലോ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫോണ്ടൻ്റാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കളറൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടിതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കളറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് ഷീറ്റിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേക്കിന് മുകളിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഫോണ്ടൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്കിന് മുകളിലും സൈഡിലൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി യെല്ലോ കളർ ഫോണ്ടൻ്റ് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് താഴെ ഒരു ബോർഡർ കൊടുക്കാം. കേക്കിന് താഴെ ഇവിടെയായിട്ട് ഒരു പിങ്ക് കളറിൽ റിബൺ പോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി മിനിയൻ്റെ കണ്ണും ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബ്ലൂ കളറ് ഫോണ്ടൻ്റ് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ വൈറ്റ് വെച്ചിട്ട് കണ്ണിന് വേണ്ടിയിട്ട് വൈറ്റ് കളറ് ഫോണ്ടൻ്റ് റൗണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഒരു ഗൂഗിൾ ഐ വെച്ച് കൊടുത്തിട്ടാണ് കണ്ണുണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഗ്ലാസ്സായിട്ട് ഇവിടെ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗേൾസിനാണെങ്കിൽ പിങ്ക് ഗ്ലാസ് കൊടുക്കാം. ഞാൻ പിന്നെ എല്ലാം പിങ്ക് ആണ്ടാന്ന് കരുതിയിട്ട് ബ്ലൂ കൊടുത്തതാണ്. ഇനി കണ്ണടൻ്റെ താഴത്തുനിന്ന് താഴോട്ടേക്ക് ഒരു ബ്ലാക്ക് കളറ് ഫോണ്ടൻ്റ് കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും അതുപോലെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വായയായിട്ട് ഞാനൊരു ബ്ലാക്ക് കളറ് ഫോണ്ടൻ്റ് തന്നെ റൗണ്ട് കട്ടർ കൊണ്ട് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. അതൊന്ന് കുറച്ച് ചെരിച്ച് വെക്കലാണ് ഭംഗി. അതുകൊണ്ട് തന്നെ ഇതിന് ഒന്ന് ഈ വായ ഒന്ന് കുറച്ച് ചെരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗേൾസിന് വേണ്ടിയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു പിങ്ക് കളർ ബൗ ആക്കിയിട്ട് ഇവിടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ വായൻ്റെ അടുത്ത് ചെറിയ പീസ് പല്ലും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അത് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കിയെടുത്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ താഴത്തെ ബോർഡിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നും പിന്നെ ബർത്ത്ഡേ ഉള്ള ആളുടെ പേരും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഫോണ്ടൻ്റ് കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ആ ബോർഡർ ഇപ്പോൾ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് ഉള്ളത്. അതൊന്ന് നല്ല ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക.